എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫസ്റ്റ്ലി മക്കൾ കടന്ന് തൻ്റെ ജീവിത സ്വപ്നങ്ങളെ നേടിയെടുക്കുന്ന ഓരോ ഉമ്മമാർക്കുമുള്ള പ്രചോദനമായിട്ട് മാറുകയാണ് മാമാസ് ടോക്ക് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം. സോ ഇന്ന് നമ്മളുടെ മാമാസ് ടോക്കിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ജഹീറ ഫ്രം മലപ്പുറം. വെൽക്കം ജഹീറ. സോ ജഹീറ, എല്ലാവർക്കും വേണ്ടിയിട്ട് ജഹീറയുടെ നമ്മുടെ ഓഡിയൻസിനൊന്ന് പരിചയപ്പെടുത്തുമോ? ഞാൻ ജഹീറ, എൻ്റെ വീട് മലപ്പുറം. 7 വയസ്സും 10 വയസ്സുമുള്ള 2 മക്കളുടെ ഉമ്മയാണ്. ഇപ്പോൾ ഫാഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാണ്. വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം നേടുക എന്നത് തന്നെയായിരുന്നു കുട്ടിക്കാലം മുതലുള്ള ഡ്രീം എന്ന് പറയുന്നത്, അതോ അങ്ങനെ മാറിയതാണോ? അല്ല, എനിക്ക് പുറത്ത് പോയിട്ട് എൻ്റെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാണ് എൻ്റെ ചെറുത് മുതലുള്ള ആഗ്രഹം. അതായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ വീട്ടിലിരുന്നിട്ട് ഒരു ഫാഷൻ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇൻഷാല്ലാ അതെനിക്ക് എന്താ പറയുക, ഇൻഷാല്ലാ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു. ഇൻഷാല്ലാ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എനിക്ക് വേൾഡ് വൈഡായിട്ട് എൻ്റെ ബ്രാൻഡിനെ വളർത്തിയെടുക്കണം. അതാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് തന്നെയായിരുന്നോ ചെറുപ്പം മുതലുള്ള ആഗ്രഹം? അല്ല, എനിക്ക് ഫസ്റ്റ് മുതലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ എനിക്ക് കിട്ടിയ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ നല്ല ടീച്ചേഴ്സായിരുന്നു. സോ എനിക്കിഷ്ടം ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെന്നായിരുന്നു. പിന്നെ കൊറോണ ടൈമിൽ ഞാൻ ഓൺലൈനായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തു ടീച്ചറായിട്ട്. പക്ഷേ എനിക്കെന്തോ അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ദെൻ പിന്നെയാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് തിരിയുന്നതും ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു സമയത്തൊക്കെ പാരൻ്റ് ആയിട്ടുണ്ടായിരുന്നോ അതോ? പാരൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ +2 കഴിഞ്ഞ വെക്കേഷനിൽ മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഡിഗ്രി ഞാൻ മാരേജിന് ശേഷമാണ് കംപ്ലീറ്റ് ആക്കിയത്. ഡിഗ്രി 3rd ഇയറിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് മോളെ പ്രഗ്നൻ്റ് ആകുന്നത്. അധികം വൈകാതെ തന്നെ ഒരു 1.5 ഇയർ ആയപ്പോൾ തന്നെ സെക്കൻഡ് ബേബിനെ ഞാൻ പ്രഗ്നൻ്റ് ആയി. ആ ടൈമിലൊന്നും എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ സ്റ്റക്കായിരുന്നു. ആ ടൈമിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. പിന്നെ മക്കൾ കുറച്ച് വലുതായി, അവർ സ്വയം അവരെ കാര്യങ്ങൾ ചെയ്യൽ തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ എൻ്റെ ഡ്രീംസിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഈ ഒരു നേരത്തെ ഉള്ള വിവാഹത്തിൽ നിന്നും വീണ്ടും പഠിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ വീണ്ടും എനിക്ക് പെട്ടെന്നുള്ള ഈ പ്രഗ്നൻസിയും ഇതൊക്കെ ആയിരിക്കുമ്പം ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്താലോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്കിനി നടക്കൂല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? എക്സാക്ട്ലി. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റക്കായിരുന്നു. മാരേജ് കഴിഞ്ഞ് നമുക്കറിയാം ഏർലി മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല എന്താണെന്നൊന്നും അറിയാത്തൊരു സമയത്താണ് ഞാൻ എൻ്റെ മാരേജ് കഴിയുന്നത്. ദെൻ പക്ഷേ ഫാമിലീൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം മക്കളായി. അവിടെ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലായിരുന്നു. ഞാൻ വിചാരിച്ചത് ആ ടൈമിൽ അങ്ങനെ ആയിരുന്നു. എനിക്കിനി സ്റ്റഡി ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ടി വരും എന്നൊരു ഇതിലാണ് ഞാൻ അന്ന് ജീവിച്ചിരുന്നത്. പക്ഷേ എവിടെ നിന്നും എനിക്കൊരു സ്പാർക്ക് കിട്ടി. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീട്ടിലിരുന്നിട്ട് ഇത് ചെയ്യാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എടുത്ത് ഓൺലൈനായിട്ട് ചെയ്തു. ദെൻ ഇപ്പോൾ അത് വീട്ടിലിരുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലരും പറയുന്ന ഒരു കാര്യമാണ് വർക്ക് ഫ്രം ഹോം എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് സെയിം ടൈം നമുക്ക് ഫാമിലിയും ഇതും കൂടി മിക്സപ്പ് ആക്കാതെ എങ്ങനെയാണ് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? അത് ആ ഒരു ജേണി എന്ന് പറയുന്നത് എളുപ്പമായിരുന്നോ? അത് ഡിഫറൻസ്. സത്യം പറഞ്ഞാൽ ആ ജേണി ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെ ആയിരുന്നു. നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടെ പുറമെന്ന് കാണുമ്പോൾ അത് ഈസിയാണ്. നമുക്ക് വീട്ടിൽ ജോലികൾക്ക് ഇടയിൽ നിന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷേ പറഞ്ഞാൽ നമ്മൾ ഇതിന് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പുറത്ത് പോകണം. ഒരു വഴിക്ക് പറഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്നിട്ടല്ലേ മക്കളുടെ കൂടെയല്ലേ. പക്ഷെ അത് പല സമയങ്ങളിലും പലരും പറയുന്ന ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ളത് തന്നെ നമുക്കൊരു ബേർഡനായിട്ട് മാറാറുണ്ട്. കാരണം പുറത്ത് പോയിട്ട് ജോലി ചെയ്യുമ്പം നമുക്ക് തന്നെ നമ്മൾ ഇതെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വർക്കിനായിട്ട് പോകണം. പക്ഷെ ഇത് വീട്ടിലിരുന്ന് തന്നെ ആകുമ്പം രണ്ടും കൂടി ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പം അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫസ്റ്റ്ലി മക്കൾ തന്നെയാണ്. അവരാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാലും അവർ തന്നെയാണ് കൂടുതൽ എൻ്റെ കൂടെ ഉണ്ടാവുക. എന്ത് ചെയ്യുമ്പോഴും അവർ പിന്നെ ഓരോ ഡിസൈൻസ് കാണുമ്പോഴും അവർ പറയും അത് അടിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡ് സപ്പോർട്ടാണ്, ഫാമിലി സപ്പോർട്ടാണ്, ഇപ്പോൾ ഫുൾ ഫാമിലി സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ ബർഡനായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല കാര്യങ്ങൾ. ആദ്യം മുതലേ ഈ ഒരു ആശയം പറഞ്ഞത് മുതലേ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നോ അതോ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇംഗ്ലീഷ് ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം. ദെൻ ഞാൻ 10th കഴിഞ്ഞ വെക്കേഷനിലാണ് ഉമ്മൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത്. ഫാഷൻ ഡിസൈനിങ് മീൻസ് അവിടെ അടുത്തൊരു തയ്യൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ പഠിച്ചത്.
അവിടെ നിന്നാണ് ഞാൻ എൻ്റെ പാഷന് ഇതാണെന്ന് മനസ്സിലാക്കിയത്. അല്ല, അപ്പോൾ ഈ ഉമ്മ പറഞ്ഞിട്ട് ചെയ്യാന്ന് പറയുമ്പം ഈ ഒരു ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറയുമ്പം നമുക്ക് തന്നെ അതിനോടൊരു ഇഷ്ടം വന്നിട്ട് അങ്ങനെ ആവുമ്പോഴല്ലേ അതിന് നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും എല്ലാം പറ്റും. അപ്പം ഇങ്ങനെ മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പം അതങ്ങനെ ഈസി ആയിരുന്നോ? അത് ഫസ്റ്റിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പഠിത്തം അങ്ങനെ കൊണ്ടുപോയിരുന്ന ഒരാളെ, പഠിക്കുന്ന ആളായിരുന്നു, അങ്ങനെ ടീച്ചർ ആവണം എന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. പക്ഷേ ആ വെക്കേഷൻ ടൈമിൽ അങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തിടാലോ എന്നൊരു കൗതുകത്തിന് പുറത്താണ് ഞാൻ പോയത്. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം എല്ലാവരും 2 months 3 months ഒക്കെ എടുത്ത് ചെയ്യുന്ന ഒരു കോഴ്സ് 1 week കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയപ്പോഴാണ് എനിക്ക് അതിനുള്ളിൽ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇതുവരെ സൂചി നൂലും കൈകൊണ്ട് എടുത്തിട്ടില്ലാത്ത ആളായിരുന്നു ഞാൻ 10th വരെ. പക്ഷേ അന്ന് ആണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ആ ഒരു 1 week ആണ് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞത്, എനിക്കിത് ചെയ്യാൻ പറ്റും, ഇതിൽ എനിക്ക് പാഷൻ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ ഒരു 1 weekലാണ്. അങ്ങനെയാണ് പിന്നെ അതിനുശേഷം SLC കഴിഞ്ഞതിന് ശേഷം +2 പഠിക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഫ്രണ്ട്സിൻ്റെതായാലും എൻ്റെതായാലും ഒക്കെ എൻ്റെ ഡ്രസ്സസൊക്കെ ഞാൻ തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്തത്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഡിഗ്രി ഞാൻ BCom ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഒരു 1.5 year മുന്നെയാണ് ഞാൻ ഓൺലൈനായിട്ട് ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നത്. അതുവരെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. അത് സ്റ്റിച്ച് ചെയ്തിങ്ങനെ പോകും, പക്ഷേ അതിനൊരു ബേസ് എനിക്കില്ലായിരുന്നു. പക്ഷേ ഈ കോഴ്സ് ചെയ്തതിന് ശേഷമാണ് നന്നായിട്ട് ബേസ് ചെയ്തു. ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങിയത് ഇതിന് ശേഷമാണ്. ഓക്കെ, ഇപ്പോൾ എന്നിട്ട് എല്ലാവരും സപ്പോർട്ടാണോ? ഇപ്പോൾ ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. സ്റ്റിച്ചിങ് ആയാലും എന്തായാലും അവർ ഫുൾ സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഡ്രീംസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള പുറത്ത് ഒരുപാട് ഉമ്മമാരുണ്ട്, എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ. പക്ഷേ അത് ഒരു മൊമെൻ്റ് എത്തിയപ്പോൾ ഇതെല്ലാം എനിക്ക് പറ്റൂല, മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സ്വയം അങ്ങനെ ലിമിറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരുപാട് ഉമ്മമാർ നമ്മളുടെ ചുറ്റുമുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുള്ള, കഴിവുകളുള്ള, ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ സ്വയം ലിമിറ്റ് ചെയ്യണം. ഇവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇത് നമ്മളൊരു സ്പാർക്ക് ഇട്ട് നമ്മളെ ഇറങ്ങിയാൽ നമ്മളെ ഫുൾ സറൗണ്ടിങ്സ് നമ്മളെ കൂടെ ഉണ്ടാവും. ഞാൻ എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മറ്റുള്ളവരിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഫസ്റ്റിൽ ഞാൻ വിചാരിച്ചു ഇതെല്ലാം എനിക്ക് എതിരാണ്, എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഇല്ല, അങ്ങനെ തന്നെയായിരുന്നു. ടാലന്റ് ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതെ. അപ്പോൾ പിന്നെ നമ്മളെ സെൽഫ് ലവിൽ നമ്മൾ വർക്ക് ചെയ്തു. ദെൻ നമ്മളെ ടാലൻറ്റ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് അതിന് ശേഷമാണ് അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ സപ്പോർട്ടൊന്നും നമ്മളൊരു സ്റ്റേജിൽ എത്തുന്ന വരെ നമ്മൾ സപ്പോർട്ട് കിട്ടൂല. പിന്നെ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് സപ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്നാണ് ജഹീറ പറയുന്നത്. ആ സമയത്ത് നമ്മളുടെ കോൺഫിഡൻ്റ് ആണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഈ ഒരു ഇതിൽ നിന്ന് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ജഹീറ നേരിട്ടിട്ടുള്ളത്? ഫസ്റ്റ്ലി എൻ്റെ മെയിൻ പ്രശ്നം സപ്പോർട്ടില്ല എന്തായിരുന്നു. അതിൽ ഞാൻ സെൽഫിൽ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് എന്നെ തന്നെ ഞാൻ മാറിയപ്പോൾ എൻ്റെ സറൗണ്ടിങ്സ് മാറി. ദെൻ ഞാൻ ഇത് ക്വിറ്റ് ചെയ്ത് പോയാലെന്ന് വിചാരിച്ച കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു. കാരണം വർക്കും പിന്നെ മക്കളതും ഫാമിലി ലൈഫും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഞാൻ മാമാസ് കിങ്ഡത്തിനെ പറ്റി അറിയുന്നതും. ജസ്റ്റ് പെട്ടെന്ന് ഒരു റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് മാമാസ് കിങ്ഡത്തിനെ പറ്റിയിട്ട് ഹുസ്ന മാമിൻ്റെ ഒരു സ്റ്റോറി കാണുന്നതും. ഒന്നും തിങ്ക് ചെയ്യാതെ ഞാൻ അതിനെ ഫ്രീ സെഷനിൽ അറ്റൻഡ് ചെയ്തു. അതിലപ്പോൾ തന്നെ ഫസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്തു. അതായിരുന്നു എൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അന്നാണ് അതിന് ശേഷമാണ് ഞാൻ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത്. എൻ്റെ ശരിക്കത്തെ ലൈഫ്, എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത് മാമാസ് കിങ്ഡത്തിൽ വന്നതിന് ശേഷമാണ്. ദെൻ എനിക്ക് എന്നിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റി. അതിന് ശേഷമാണ് എൻ്റെ ഫാമിലി ലൈഫിൽ തന്നെ കുറേ മാറ്റങ്ങൾ എനിക്ക് മാമാസിൽ വന്നതിൻ്റെ ശേഷം കാണാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ മക്കളായിക്കോട്ടെ, അവരോടുള്ള ബിഹേവിയർ ആയിക്കോട്ടെ, എല്ലാം എനിക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ ടാലൻ്റ് സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഗേൾസ് പുറത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് തൻ്റെ ഡ്രീംസിലേക്ക് താനൊരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിലോട്ട് നിൽക്കുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട്. അപ്പം അവരോടൊക്കെ എന്താണ് കൊടുക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവർക്കൊക്കെ മുന്നോട്ടേക്ക് വരാനുള്ളൊരു പ്രചോദനമായിട്ട് എൻ്റെ ലൈഫ് കൊണ്ടിട്ട് എന്താണ് പറയാനുള്ളത്?
നമ്മൾ ഫസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ്. അത് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇരിക്കുന്ന നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്ന് പോകും, നമ്മൾ സ്വയം നമ്മളെ ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജേണി മാറിപ്പോയത് ഈ മാമാസിൽ വന്നതിൻ്റെ ശേഷമാണ്. സോ നമ്മൾ സെൽഫിൽ നമുക്ക് പ്രത്യേകിച്ച് അതുവരെ ഞാൻ ചെയ്തത് നമ്മൾ തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യായിരുന്നു. പക്ഷെ മാമാസിൽ വന്നതിന് ശേഷം എനിക്ക് ഗൈഡൻസ് കിട്ടിയതിൻ്റെ ശേഷമാണ് എന്തൊക്കെ ചെയ്യണം, ഇനി എന്ത് സ്റ്റെപ്പ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയത്. അതിനുശേഷമാണ് എൻ്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയത്. സോ നമുക്ക് വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് എടുത്താലേ നമുക്ക് എന്തെങ്കിലും ആയിത്തീരാനുള്ള, നമുക്ക് എല്ലാവർക്കും ഓരോ ഡ്രീംസ് ഉണ്ടാകും, ഗോൾസ് ഉണ്ടാകും. പക്ഷെ അതെങ്ങനെ അച്ചീവ് ചെയ്യണം, അതെങ്ങനെ നേടിയെടുക്കണം എന്നൊന്നും നമുക്കറിയില്ല. സോ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തേ പറ്റൂ. ഫസ്റ്റ് നമ്മളെ സെൽഫിൽ തന്നെ നമുക്ക് ഒരു വിശ്വാസം വേണം, നമുക്കത് ചെയ്യാൻ പറ്റും, ഞാനത് നേടിയെടുക്കുന്ന ഒരു സെൽഫായിട്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. അത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്, നമ്മളെ സെൽഫിൽ നമ്മളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മളെ ഹോൾ സറൗണ്ടിങ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ആദ്യം തന്നെ ഈ ഒരു സപ്പോർട്ടിങ് പ്രതീക്ഷിക്കാമോ? ഇല്ല, നമ്മൾ ഒരിക്കലും ഒരാളെയും പ്രതീക്ഷിക്കരുത്. നമ്മളെ തന്നെ നമ്മളെ മാത്രം വിശ്വസിച്ചിട്ടാണ് ഇറങ്ങേണ്ടത്. മറ്റൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. ആ ഒരു സപ്പോർട്ട് കിട്ടിയാൽ മാത്രം മതി. നമുക്ക് ഫസ്റ്റ് ആ ബേണിംഗ് ഡിസയർ നമുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിച്ച അതിനപ്പുറത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്വന്തം ലൈഫ് കൊണ്ട് തന്നെ ഈ ഒരു ഉമ്മ എക്സ്പീരിയൻസ് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ഇതിൽ കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പല കാരണങ്ങൾ കൊണ്ടിട്ട്, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, മക്കൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം കഴിവുകളെയും സ്വപ്നങ്ങളെയും എല്ലാം മറന്നിട്ട് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാർ ഇത് കാണുന്നുണ്ടാകും. അപ്പം അവർക്കൊക്കെ ഒരു വലിയ പ്രചോദനമാണ് ജഹീറ. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഹീറ.